मैं प्रियंका गांधी वाड्रा जो लोकसभा की सदस्य निर्वाचित हुई हूँ, सत्यनिष्ठा से प्रतिज्ञा करती हूँ। ഇന്ത്യൻ പാർലമെന്റിൽ കേരളീയ വേഷത്തിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ച പ്രിയങ്ക ഗാന്ധിയാണ് ഇന്നത്തെ ദിവസം ഇന്ത്യ കണ്ട ഏറ്റവും മനോഹരമായ ചിത്രം. ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ശക്തമായ പോരാട്ടത്തിനായി നെഹ്റു കുടുംബത്തിൽ നിന്നും പ്രിയങ്കയുടെ സാന്നിധ്യം ഇനി പാർലമെന്റിനെ കൂടുതൽ ശക്തമാക്കും. ഇന്ദിരാഗാന്ധിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പോരാട്ട വീര്യത്തിന് കരുത്തു പകർന്ന് പ്രിയങ്ക ഇനി പാർലമെന്റിൽ സജീവ സാന്നിധ്യമാകും. ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും ഈ കൈകളിൽ ഭദ്രമെന്ന് പ്രഖ്യാപിക്കും വിധം ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞ. രാജ്യത്തിന്റെ ഭരണഘടന തകർക്കുന്ന വിധത്തിലുള്ള BJP സർക്കാരിന്റെ ചെയ്തികൾക്കെതിരെയുള്ള പ്രതീകാത്മക പ്രതിഷേധമായിരുന്നു ഭരണഘടന ഉയർത്തിപ്പിടിച്ചുള്ള പാർലമെന്റിലേക്കുള്ള രംഗപ്രവേശം. കോടാനുകോടി ജനങ്ങളുടെ അഭിമാനകരമായ സ്വത്തും ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ഏതു വിധേനയും തകർക്കാനുള്ള ഫാസിസ്റ്റ് ശക്തികൾക്കുള്ള താക്കീതുകൂടിയായിരുന്നു പ്രിയങ്കയുടെ ചങ്കൂറ്റത്തോടെയുള്ള സാന്നിധ്യം. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കരഘോഷത്തോടെയാണ് പ്രതിപക്ഷം പ്രിയങ്കയെ വരവേറ്റത്. രാഹുലിന്റെയും സോണിയയുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമായിരുന്ന പ്രിയങ്ക 2019 ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ചുമതല ഏറ്റെടുത്തിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പിലൂടെ പാർലമെന്റിലേക്ക് എത്തുന്നത് ആദ്യമായാണ്. ഔദ്യോഗികമായി തന്നെ വർഗീയ ഫാസിസത്തിനെതിരെ പോരാട്ടം ശക്തമാക്കുന്ന പ്രിയങ്കയെ ഏറെ പ്രതീക്ഷയോടെയാണ് ജനാധിപത്യ സംരക്ഷണം ആഗ്രഹിക്കുന്ന ഇന്ത്യൻ ജനത ഉറ്റുനോക്കുന്നത്. സ്ത്രീ സമൂഹത്തിന് കരുത്ത് പകർന്നുള്ള പ്രിയങ്കയുടെ വാക്കുകളും ചുവടുകളും ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന സ്ത്രീകൾക്ക് നൽകുന്ന ആവേശവും ആശ്വാസവും പ്രതീക്ഷയും ചെറുതല്ല. അടിച്ചമർത്തപ്പെടുന്ന ഇരയാക്കപ്പെടുന്ന സ്ത്രീ സമൂഹത്തിന് വേണ്ടി ഉച്ചത്തിൽ ശബ്ദിക്കുന്ന പ്രിയങ്ക തന്നെയാണ് നാളെയുടെ പ്രതീക്ഷയും. കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ MP-യാണ് വയനാട്ടിൽ നിന്നുള്ള പ്രിയങ്ക. സാമൂഹിക പ്രശ്നങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും ഉയർന്നു കേട്ട പ്രിയങ്കയുടെ ശബ്ദം ഇനി പാർലമെന്റിലും ഫാസിസ നിലപാടുകൾക്കെതിരെ ഉയർന്നു കേൾക്കാം.